നമ്മൾ അവിടെ നിന്ന് ഇനി തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ അവിടെ കാണുന്നത് വലിയ രീതിയിലുള്ള ഒരു തരത്തിലും ഒരു കോർപ്പറേഷൻ ഭരണത്തിന് യോജിക്കാത്ത തരത്തിലുള്ള നീക്കങ്ങളാണ്. ഇന്നൊരു അവിശ്വാസം കൊണ്ടുവരും എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അത് LDF പിന്തുണയ്ക്കുന്നില്ല എന്നൊരു സാഹചര്യം വന്നതോടുകൂടി അതിനുള്ള സാധ്യതകളൊക്കെ മങ്ങി. അതിനുശേഷം പക്ഷേ കൗൺസിൽ യോഗത്തിൽ വലിയ കയ്യാങ്കളിയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. മേയറുടെ ഡയസിന് സമീപം പ്രതിഷേധവുമായി LDF കൗൺസിലർ എത്തുന്നത് കണ്ടു. തുടർന്ന് യോഗ അജണ്ടയിലെ എല്ലാ തീരുമാനങ്ങളും പാസാക്കിയതായി അറിയിച്ചുകൊണ്ട് മേയർ VV രാജേഷ് കൗൺസിൽ അവസാനിപ്പിക്കുകയായിരുന്നു. കൗൺസിൽ യോഗത്തിന് ശേഷം UDF BJP കൗൺസിലർമാർ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി. ഹാജർ ഒപ്പിടാൻ അനുവാദം നൽകിയെന്ന പരാതിയുമായി UDF കൗൺസിലർമാർ എത്തിയതോടെയാണ് ഹാജർ രജിസ്റ്ററിനായി പിടിവലി ഉണ്ടാവുകയും പിന്നീട് കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയും ചെയ്തത്. കോർപ്പറേഷൻ ഭരിക്കുന്നതിനായി ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ച ജനപ്രതിനിധികളാണ് കൗൺസിലിന്റെ നടുമുറ്റത്ത് ഈ രീതിയിൽ കയ്യാങ്കളിയിലും വാക്കേറ്റത്തിലും ഏർപ്പെടുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ കയ്യാങ്കളി നമ്മൾ കണ്ടതാണ്. മേയർ VV രാജേഷിന്റെ കാൽ പ്ലാസ്റ്റർ ഇടേണ്ടുന്ന സാഹചര്യം വരെ എത്തി. തല പൊട്ടിയ LDF കൗൺസിലറെ നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ ശേഷം നടന്ന കൗൺസിൽ യോഗമാണ് ഇപ്പോൾ ഈ രീതിയിൽ വലിയ സംഘർഷത്തിലേക്കും കയ്യാങ്കളിയിലുമൊക്കെ കാര്യങ്ങൾ നീണ്ടത്. ഈ രജിസ്റ്ററിനായി വലിയ പിടിവലി തന്നെ അവിടെ നടന്നു. കൗൺസിലർമാരായ ശബരിനാഥും ചെമ്പഴന്തി ഉദയനും തമ്മിൽ വാക്കേറ്റമുണ്ടായി. BJP കൗൺസിലർമാർ ചൂടുവെള്ളം മുഖത്തൊഴിച്ചു എന്ന് വൈഷ്ണ സുരേഷ് ആരോപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രതിപക്ഷ കൗൺസിലർമാർ അറ്റൻഡൻസ് രജിസ്റ്റർ നശിപ്പിക്കാൻ ശ്രമിച്ചതാണ് കൗൺസിലിൽ സംഘർഷത്തിന് കാരണമായതെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ് ആരോപിക്കുകയും ഒക്കെ ചെയ്തു. എന്തായാലും വലിയ രീതിയിലുള്ള പിടിവലിയും സംഘർഷവും ഒക്കെയാണ് കോർപ്പറേഷനിൽ നടന്നത്. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP UDF അംഗങ്ങൾ തമ്മിലാണ് ഈ കയ്യാങ്കളി ഉണ്ടായത്. UDF അംഗങ്ങളുടെ പ്രതിഷേധത്തിനിടെ അജണ്ടകൾ പാസാക്കിയാണ് കൗൺസിൽ യോഗം പിരിഞ്ഞത്. അതിന് പിന്നാലെയായിരുന്നു ഈ വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീണ്ടത്. ഈ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചതോടെയാണ് കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീണ്ടത്. കാപ്പ കേസിൽ ജയിലിലുള്ള BJP കൗൺസിലർ R സുഗതനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പിന്നീട് നീണ്ടു. പരസ്പരം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് BJP LDF കൗൺസിലർമാർ പ്രതിഷേധിക്കുകയായിരുന്നു. ഈ ഹാജർ രജിസ്റ്റർ ഇന്നത്തെ ഈ സംഘർഷത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറി. LDF കൗൺസിലർമാർ തമ്മിൽ LDF BJP കൗൺസിലർമാർ തമ്മിൽ അതിനുവേണ്ടിയാണ് പിടിവലി ഉണ്ടായത്. ഈ തുടർച്ചയായി 3 തവണ ഹാജരാകാതിരുന്നാൽ ഈ അംഗത്വം തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ സുഗതന്റെ പേരെഴുതി ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ ആ നിലയിലേക്കൊക്കെ എത്തിയത്. അതുകൊണ്ടാണ് ഈ രജിസ്റ്ററിനായുള്ള വലിയ പിടിവലി ഇന്ന് അവിടെ നടന്നതും വലിയ കയ്യാങ്കളിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. കഴിഞ്ഞ 2 യോഗങ്ങളിൽ തുടർച്ചയായി ഹാജരാകാൻ സുഗതന് കഴിയാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരു യോഗത്തിൽ കൂടി പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യനാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് ഈ രജിസ്റ്ററിനായുള്ള വലിയ പിടിവലി അവിടെ നടന്നത്. ഡാൻ കുര്യൻ എന്തായാലും വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഡാൻ, എന്തൊക്കെയാണ് ഒരു തരത്തിലും ഒരു കോർപ്പറേഷൻ ഭരണസമിതിയിൽ ഉണ്ടാകാൻ പാടില്ലാത്തതൊക്കെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി കാണുന്നത്? വലിയ രീതിയിലുള്ള കയ്യാങ്കളിയിലേക്കും സംഘർഷത്തിലേക്കുമൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നത് കാണുന്നു. എന്തൊക്കെയാണ് സംഭവിച്ചത്? 40 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ചേർന്ന തിരുവനന്തപുരം നഗരസഭയുടെ കൗൺസിൽ യോഗമാണ് സംഘർഷഭരിതമായ നാടകീയമായ രംഗങ്ങൾക്ക് വേദിയായി മാറിയത്. കൗൺസിൽ യോഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ മേയർ VV രാജേഷിന്റെ ചേംബറിനടുത്തേക്ക് പ്രതിഷേധവുമായി LDF കൗൺസിൽ അംഗങ്ങൾ എത്തിയതോടെയാണ് ഈ സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ തുടങ്ങിയത്. അതിന് പിന്നാലെ 700-ലധികം വിഷയങ്ങൾ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്ന 700-ലധികം വിഷയങ്ങൾ പാസാക്കിയതായി പ്രഖ്യാപിച്ചുകൊണ്ട് മേയർ ചേംബറിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഹാജർ രജിസ്റ്ററിൽ ഒപ്പുവെക്കാനായി ഒരേ സമയം BJP അംഗങ്ങളും UDF അംഗങ്ങളും നടത്തിയ നീക്കം വലിയ തർക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കും സംഘർഷത്തിലേക്കും വഴിമാറുകയായിരുന്നു. അതിനിടെ BJP അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് UDF കൗൺസിലർമാർക്ക് നേർക്ക് തിളച്ച വെള്ളമൊഴിച്ചുവെന്ന് ആരോപിച്ച
തങ്ങൾക്ക് സമീപമുണ്ടായിരുന്ന ചൂടുവെള്ളം തിരിച്ചും ഒഴിക്കുന്ന തരത്തിലേക്ക് വരെ ഈ സംഘർഷങ്ങൾ മാറി. പിന്നീട് അത് കയ്യേറ്റവും വാക്കുതർക്കവുമായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. UDF കൗൺസിലർ ശബരിനാഥനും നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴന്തി ഉദയനുമായി വലിയ വാക്കുതർക്കവും ഒടുവിലത് കയ്യേറ്റവുമായി മാറുന്ന തരത്തിലേക്ക് വരെ സംഘർഷങ്ങൾ നീളുന്നതാണ് നഗരസഭയുടെ കൗൺസിൽ ഹാളിൽ കണ്ടത്. പിന്നീട് മുതിർന്ന നേതാക്കളും കൗൺസിലർമാരും ഇടപെട്ടാണ് ഇരുവരെയും അവിടെ നിന്ന് പിടിച്ചു മാറ്റിയത്. അതേസമയം ബോധപൂർവം ഈ സംഘർഷത്തിന് വേദിയൊരുക്കുകയായിരുന്നു BJP എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് LDF കൗൺസിലർമാരും UDF കൗൺസിലർമാരും രംഗത്തെത്തി. BJP കൗൺസിലർമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വന്ന് ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് ബലാത്കാരമായി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയി. ഞങ്ങളെ ഞാൻ ചോദിക്കട്ടെ, കൗൺസിൽ കൂടി കഴിഞ്ഞാൽ അതിൽ കൗൺസിലർമാർ ഒപ്പിടുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളത് BJPയുടെ മേയർ ശ്രീ VV രാജേഷ് ഇവിടെ വ്യക്തമാക്കണം. അത് വ്യക്തമാക്കിയതിനു ശേഷം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഒരാൾ പോലും അതിൽ ഒപ്പിട്ടിട്ടില്ല. ഒരാൾ പോലും ഒപ്പിടാത്ത തരത്തിൽ വളരെ നിഗൂഢമായി അവർ തീരുമാനിച്ച് ചർച്ച ചെയ്ത് വന്നതാണ്. വന്നിരുന്ന ഉടനെ കൗൺസിൽ കൂടി 400ഓളം വിഷയങ്ങളുള്ളപ്പോൾ ആ അജണ്ട ചർച്ച ചെയ്യാതെ പാസ്സാക്കി ഞങ്ങളെ ഒപ്പിടാൻ സമ്മതിച്ചിട്ടില്ല. അതേസമയം ഇത്തരമൊരു സാഹചര്യം ദൗർഭാഗ്യകരമായ സാഹചര്യങ്ങളാണ് ഇന്ന് നഗരസഭയുടെ കൗൺസിൽ യോഗത്തിൽ ഉണ്ടായതെന്നും കുറ്റക്കാരായവർക്കെതിരെ കൃത്യമായ നടപടി ഉറപ്പുവരുത്തുമെന്നും മേയർ VV രാജേഷ് പ്രതികരിച്ചു. രജിസ്റ്റർ വലിച്ചു കീറിക്കൊണ്ടല്ല പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടത്, ജനാധിപത്യത്തിൽ അങ്ങനെയല്ല പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവിടെ ഒരിക്കലും ഒരു കൗൺസിലിനകത്ത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യം അവിടെ കണ്ടത്, അറ്റൻഡൻസ് രജിസ്റ്റർ ഒരു കൗൺസിൽ അംഗത്തിന് ഒപ്പിടാൻ കൊടുത്താൽ അദ്ദേഹം ഒപ്പിട്ടിട്ട് അത് കൊടുത്ത ഉദ്യോഗസ്ഥന്റെ കയ്യിൽ അല്ലെങ്കിൽ ജീവനക്കാരുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കണം, അല്ലെങ്കിൽ അടുത്ത കൗൺസിലർക്ക് ഒപ്പിട്ട് ഞാൻ പാസ് ചെയ്യണം. ഇപ്പോ അവിടെ ഒരു വലിയൊരു പ്രദർശനം നടന്നു. ഈ അറ്റൻഡൻസ് രജിസ്റ്റർ ഒരിക്കലും രഹസ്യ വസ്തുവല്ല. ആ അറ്റൻഡൻസ് രജിസ്റ്ററിന്റെ ചില പേജുകൾ നശിപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. ചിലർ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴിക്കുന്നത് കണ്ടു. അപ്പൊ ഇതിൽ ഓരോരുത്തരും ഒപ്പിടുന്ന ഓരോ ടൈപ്പ് പെണ്ണുകൊണ്ടാണ്. അതിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ ഇത് നാളെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കേണ്ട രേഖയാണ്. ഇതൊരു ആധികാരികമായ ഒരു രേഖയാണ്. അപ്പോൾ അത് എന്റെ കയ്യിൽ ഒപ്പിടാൻ ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒപ്പിടുക, ഒന്നുകിൽ ഉദ്യോഗസ്ഥരെ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അടുത്ത ഒപ്പിടാൻ ആളുടെ കൊടുക്കുക. അതാണല്ലോ ജനാധിപത്യത്തിൽ മര്യാദ. അല്ലാതെ ആ അറ്റൻഡൻസിനെ കൊടുക്കില്ല, മറ്റാർക്കും ഒപ്പിടാൻ കൊടുക്കില്ല എന്ന് വച്ചിരിക്കുകയും അതിന് ഡാമേജ് വരുത്തുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് അത് ഒരിക്കലും തന്നെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല. സംഘർഷത്തിനിടെ പരിക്കേറ്റ കൗൺസിലർമാർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. അതോടൊപ്പം പോലീസിനും നഗരസഭയുടെ സെക്രട്ടറിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകുമെന്നാണ് UDF കൗൺസിലർമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സുഗതനെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പ്രതിഷേധങ്ങളാണ് ഇങ്ങനെ സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് സഭാ നടപടികളെ എത്തിച്ചത്. അതുകൊണ്ട് സുഗതന് കോടതിയുടെ അനുമതിയോടെ പുനഃസത്യപ്രതിജ്ഞ ചെയ്യാൻ നഗരസഭയിലേക്ക് എത്തിയാലും ഒരു തരത്തിലും അതിനെ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ LDFും UDFും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.